ഇരിക്കൂറിന്റെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് സജീവ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം കാഞ്ഞിരക്കൊല്ലി സന്ദർശിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുമെന്ന് സജീവ് ജോസഫ് എംഎൽഎ പറഞ്ഞു. മലബാറിലെ ടൂറിസം കുതിപ്പിൽ ഏറ്റവുമധികം സാധ്യതയുള്ള പ്രദേശമാണ് ഇരിക്കൂർ. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസ്തുത പ്രദേശങ്ങൾ കേരളത്തിലെ പ്രകൃതിരമണീയമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. ഇരിക്കൂറിന്റെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടാണ് സജീവ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം കാഞ്ഞിരക്കൊല്ലി സന്ദർശിച്ചത്. ശശിപ്പാറയിലും അളകാപുരിയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുമെന്ന് സജീവ് ജോസഫ് എംഎൽഎ പറഞ്ഞു. ജില്ലയിൽ തന്നെ ഏറ്റവും ആകർഷണീയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയിൽ ശശിപ്പാറയും അളകാപുരി വെള്ളച്ചാട്ടവും അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയങ്കരനായ സബ് കളക്ടറും DFOയും ഉൾപ്പെടെയുള്ള DTPC സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വലിയ ഒരു ടൂറിസം കേന്ദ്രമായി വികസിച്ചു വരുന്ന ഈ ശശിപ്പാറയിൽ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത്. റോഡ് വികസനത്തിന് പ്രാധാന്യം നൽകുമെന്നും വ്യൂ പോയിന്റ്, ലൈറ്റ്, ഇരിപ്പിടം, കഫ്റ്റീരിയ എന്നിവ വിപുലീകരിക്കുമെന്നും DFOയുടെ ചാർജുള്ള ജോസ് മാത്യു വ്യക്തമാക്കി. അതിനായിട്ട് നമ്മൾ ഇവിടെ പാർക്കിംഗ് ഏരിയ, അതേപോലെ കഫ്റ്റീരിയ, അതേപോലെ തന്നെ ഇരിപ്പിടങ്ങൾ, സുരക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ, DTPC സെക്രട്ടറി ജിജേഷ് കുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി എന്നിവരും പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.